ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കരിമുകൾ കാണിനാടിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂമിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2100 സ്ക്വയർ ഫീറ്റ് വർക്ക് ഏരിയ അടക്കം 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക്, കൊച്ചി സ്മാർട്ട് സിറ്റി എന്നിവിടങ്ങളിലേക്കെല്ലാം 8 കിലോമീറ്ററും, തൃപ്പൂണിത്തുറയിലേക്ക് 11 കിലോമീറ്ററും, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9 കിലോമീറ്ററുമാണ് വരുന്നത്. 5 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ട വിരിച്ച വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റിൽ CNC കട്ടിംഗ് ഒക്കെ കൊടുത്താണ് മെയിൻ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ മെയിൻ ഡോറിനോട് ഫേസ് ചെയ്ത് ഒരു ചെറിയ ഗേറ്റ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു വലിയ കാറും മറ്റൊരു ചെറിയ കാറും കൂടി ഒരേ സമയം നമുക്ക് ഈ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. 4-5 ആളുകൾക്ക് ഒരേ സമയം ഇരിക്കാവുന്നത്ര സ്പേഷ്യസ് ആക്കിയാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണറുവെള്ളം തന്നെയാണ്. കൃത്യമായി വടക്കിഴക്ക് മൂലയിൽ തന്നെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നതും. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സോഫ സെറ്റി നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. മൾട്ടിവുഡിൽ നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വാം ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ഭാഗത്തായി കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്കിവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ ഡിസൈനും LED സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ 2 ഹാങ്ങിങ് ലൈറ്റുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ നല്ലൊരു കിച്ചൺ കബോർഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് വായുവും വെളിച്ചവും എല്ലാം കയറുന്ന രീതിയിൽ വെന്റിലേഷനും നൽകിയിട്ടുണ്ട്. അടുക്കളയ്ക്ക് തൊട്ടു ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. ഇവിടെയും അല്പം കബോർഡ് വർക്കുകളൊക്കെ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള ഒരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 12 അടി നീളത്തിലും 10 അടി വീതിയിലുമായാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാവുന്നതാണ്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഈ വീടിൻ്റെ ഹാൻഡ് റെയിൽ മുഴുവനായി നിർമ്മിച്ചിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നല്ല ഭംഗിയാക്കി തന്നെ സീലിംഗ് വർക്കൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ചെറിയ അപ്പർ ലിവിംഗ് ഏരിയയാണ് നമ്മൾ ആദ്യമായി കാണുന്നത്. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഡോർ തുറന്നാൽ വളരെ വലിയൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. തുണികളും മറ്റുമെല്ലാം വിരിച്ചിടുന്നതിനായി വളരെ വലിയൊരു ഏരിയ തന്നെയാണ് ബിൽഡർ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതൊരു യൂട്ടിലിറ്റി ഏരിയ എന്നതിലുപരി ഇതൊരു ബാൽക്കണി കൂടിയാക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മനോഹരമായൊരു വ്യൂ തന്നെയാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റും ഒരു കോർണറിലായി നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയിലധികം നീളം വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും ഒരു കോർണറിലായി നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാക്കി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടിയോളം നീളത്തിൽ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്.
നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമാക്കി തന്നെയാണ് ഈ വീടിൻ്റെ 4 ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. GI ട്യൂബിൽ CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഹാൻഡിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ എല്ലാ ഏരിയകളും ആവശ്യത്തിന് സ്പേസ് കൊടുത്ത് തന്നെയാണ് ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 72 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.